നമ്മൾ നേരത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ സംസാരിക്കുന്നത് കേട്ടിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഈ പുതുവത്സരവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കൊച്ചിയിൽ ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ വിഷയത്തിൽ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. അദ്ദേഹവും ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു, പ്രധാന വേദിയിലുണ്ടായിരുന്നു അദ്ദേഹം. മന്ത്രിയുടെ വിസിറ്റ് അവിടെ സുരക്ഷിതമാണ്. അപ്പോൾ എന്താണ് അങ്ങയുടെ സേനയിൽ വന്നിട്ടുള്ള പാലിച്ചത്? ഈ കാര്യങ്ങൾ കൂടെ പരിശോധിക്കുന്നുണ്ട്. പോലീസിൻ്റെ എല്ലാ വകുപ്പുകളുടെയും നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു ഇത്തരം ഇവന്റുകളൊക്കെ ആരംഭിക്കുന്നതിന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നൽകുമല്ലോ. ഇങ്ങനെയാണ് അവിടെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ അല്ല, ഞാൻ പറയുന്നത് ഒരു പബ്ലിക് പരിപാടി, ഒരു പ്രൈവറ്റ് ഫംഗ്ഷനുകൾ സംഘടിപ്പിക്കുന്നത്, മറ്റൊരു പബ്ലിക് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്, ഒഫീഷ്യൽ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ ആ കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഇത് എല്ലാം വെരിഫൈ ചെയ്തിട്ട് ശേഷം നിങ്ങൾക്ക് നമ്മൾ അറിയിക്കാം എന്താണ് ഇതിനകത്തുള്ളത് എന്നത്. ഇന്ന് നമ്മൾ മറ്റ് PWDയെയും ഫയർഫോഴ്സുകാർക്ക് കത്ത് നൽകിയിട്ട് അവിടെ സ്റ്റേജിൻ്റെ ഒരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, മറ്റ് ഫയർ മീൻസ് ലൈക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എന്താണ് എന്ന കാര്യങ്ങൾ വെരിഫൈ ചെയ്തിട്ട് പറയാൻ വേണ്ടി അവരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷനിലെ ഭാഗമായിട്ട് തന്നെ. അപ്പോൾ അവർ അതിൻ്റെ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ബാക്കി അവരുടെ റിപ്പോർട്ട് വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇത്ര ദിവസമാണ് പറഞ്ഞിട്ടില്ല. അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർ തന്നെ തയ്യാറാക്കി. ഇത് ഒരു സ്റ്റേജിൻ്റെ സ്റ്റെബിലിറ്റി എന്താണ്, സ്ട്രക്ചർ കറക്റ്റാണോ അല്ലോ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് PWD ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവർക്കാണ് അത് ശരിക്കും ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് തന്നെ നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. PWD നമ്മളതൊക്കെ അന്വേഷിച്ചിട്ട് പറയാം. ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങളെല്ലാം ഓരോ കാര്യം അന്വേഷിച്ച് വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പറയാം. ഓക്കെ. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഈ നമ്മളതൊക്കെ പരിശോധിക്കാം. ആക്ച്വലി ഇതിനകത്ത് മറ്റു വകുപ്പുകൾ നിന്ന് അവർക്ക് ക്ലിയറൻസ് എടുക്കണമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GCDയെ അവർക്ക് ആ ഗ്രൗണ്ട് ഏൽപ്പിച്ച കണ്ടീഷൻസിൽ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ആവശ്യമുള്ള ക്ലിയറൻസുകൾ എടുക്കണം എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മൾ ഓരോ കാര്യം അതാണ് അതൊക്കെ ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം വ്യക്തമായിട്ട് ക്ലിയറായിട്ട് നമുക്ക് വരും. ആരെല്ലാം നിന്ന് അവർ എടുത്തിട്ടുണ്ട്, എന്തെല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സുകാരടുത്ത് അവർ കത്ത് കൊടുത്തിട്ട് നമുക്കൊരു ഫയർ ടെൻഡർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഫയർഫോഴ്സുകാരിൽ നിന്ന് അവർ ഇത് സേഫ്റ്റി ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന വിഷയങ്ങൾ നമുക്കിനി അറിയില്ല. അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് വന്നിട്ട് ആക്ച്വലി ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ശേഷം ഇതിനെപ്പറ്റി പറയുന്നത് ശരിയായിരിക്കും എന്നതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അടുത്ത് നമ്മൾ അറിയിക്കാം നിങ്ങളെ. അതായത് നമ്മുടെ ഈ വേദിയിൽ പരിപാടി നടക്കുന്നതിനിടെ ഒരു MLA താഴെ നിന്ന് ഗുരുതരമായി പരിക്കേറ്റു. അത് അപ്പോൾ തന്നെ അതിനകത്ത് വ്യക്തമാണ് അവിടെ സേഫ്റ്റി പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത്. പിന്നീടും ആ ഒരു പരിപാടി അതേ വേദിയിൽ തന്നെ തുടരാനായിട്ട് തീരുമാനം വരാനുള്ള കാര്യമില്ല. കാരണം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അത് ആ വേദിയിലെങ്കിലും കുറച്ച് വർഷം ആ പരിപാടികൾ നിർത്തിവെക്കേണ്ടിയിരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കാം. ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. ഇത് ആ സ്റ്റേജ് മറ്റ് 2-3 മറ്റ് സ്റ്റേജുകൾ കൂടെ അവർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താ സേഫ്റ്റി കാര്യങ്ങളുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്കം നമ്മൾ അതാത് സമയത്ത് നിങ്ങൾക്ക് ഉടൻ തന്നെ അറിയിക്കാം. നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കസ്റ്റഡി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ടോ അല്ല എന്ന കാര്യങ്ങൾ നമ്മൾ അറിയിക്കാം. നമ്മൾ അടുത്ത പോലീസ് ഇതിന് മുന്നേ പോയി ചെക്ക് ചെയ്യുന്നൊരു പതിവുണ്ട്. പോലീസ് പോയി പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും പങ്കെടുക്കുകയാണെങ്കിൽ സ്റ്റേജിൽ പോയി സേഫ് ആണെന്ന് നോക്കുന്നൊരു പതിവുണ്ട്.
അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് പോലീസ് കമ്മീഷണർ